ഹായ് ഫ്രണ്ട്സ്, മൈ ഡ്രീം ഫുഡ് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഷാപ്പിൽ തയ്യാറാക്കുമ്പോൾ ഒരു തലക്കറി തയ്യാറാക്കിയാലോ? എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വെളിയിൽ അടുപ്പൊക്കെ പൂട്ടി ചട്ടിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്കിനി ബാക്കി പരിപാടി അങ്ങ് തുടങ്ങാം. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പച്ച ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് സവാള തട്ടിക്കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്നിട്ട് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി അതിലേക്കുള്ള മസാല തയ്യാറാക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടാം. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഈ പൊടി ഐറ്റംസ് തട്ടിക്കൊടുക്കാം. ഉള്ളിയും സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ നല്ല പരുവത്തിൽ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒക്കെയുണ്ട്. വെളിയിൽ വെച്ചാണ് നമ്മൾ തലക്കറി ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 5-6 കഷ്ണം പണംപുളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിയൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് നമ്മുടെ പ്രധാന ഐറ്റമായ തല നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. കറിയൊന്ന് അല്പം ഒന്ന് തിളച്ച് വരും. തലക്കറിക്ക് തല ഇട്ട് കൊടുക്കാനുള്ള സമയമായി. പക്ഷെ തല ഇടണോ വേണ്ടെന്നുള്ള സംശയത്തിലാണ്. കാരണം മഴ വന്നു തുടങ്ങി. അതുകൊണ്ട് മഴ പെയ്യോ ഇല്ലേ എന്ന് നമുക്ക് നോക്കിയിട്ട് തല ഇട്ട് കൊടുക്കാം. മഴ ഇപ്പോൾ പെയ്യുകയാണെങ്കിൽ നമ്മളെ പാചകം നമ്മൾ അടുക്കളയിലേക്ക് മാറ്റുന്നതായിരിക്കും. തല ഇട്ട് കൊടുക്കാം. അരപ്പിലേക്ക് നമ്മൾ ഈ തലക്കുട്ടനെ അങ്ങ് മുക്കി വെക്കാം. പയ്യെ 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 തലക്കുട്ടനെ ഞാൻ ഇറക്കി വെക്കുന്നു. വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിനെക്കാട്ടി വലുതാണ് നമ്മുടെ തല. അടപ്പ് കൊണ്ട് അടച്ചു വെക്കാനുള്ള ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ഒരു വാഴയില വെട്ടി നമുക്കൊന്ന് മൂടി വെക്കാം. തലക്കറി കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് ഇത് ചെയ്തത്. പക്ഷെ ഇപ്പൊ തോന്നുന്നത് ഒരു അബദ്ധമായെന്ന്.
മൂടി വെക്കാനും പറ്റുന്നില്ല, ചട്ടിയിൽ കൊള്ളുന്നതുമില്ല. എങ്കിലും നമുക്കൊരു വാഴയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മഴ ചതിച്ചു, മഴ പെയ്തു. നമ്മുടെ തലക്കറി ഒന്നും ആയില്ല. നിങ്ങൾ ഇനി വീട്ടിലേക്ക് അകത്തേക്ക് പോയി പാചകം ചെയ്യാം. നമ്മൾ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചൊരു കേട്ടോ, മഴയത്ത് നല്ല വൃത്തിയായി കത്തുന്ന അടുപ്പ്. അണഞ്ഞണഞ്ഞണഞ്ഞ മഴ ചതിച്ചെങ്കിലും നമ്മുടെ തലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് പരുവത്തിനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിനെ കപ്പേര കൂടെ ഒന്ന് കഴിച്ച് നോക്കിയാലോ. തലയുടെ വെന്ത് അതെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇതൊന്ന് നേരെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കഴിക്കുന്നത് നമ്മളാണല്ലോ. നമുക്കിനി അതിനെ ഒന്ന് കഴിച്ച് നോക്കിയാലോ. നല്ല അടിപൊളി കപ്പയും നമ്മുടെ തലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. കുറച്ച് നല്ല വെന്ത മരിച്ചിനിയും ആ ചൂടും മീൻ കറിയും നമുക്ക് തലയിലെ കുറച്ച് കഷ്ണവും കിട്ടിയിട്ടുണ്ട്. അതും കൂടെ പിക്കാൻ പറ്റുന്നില്ല, ചൂടാണ്. എങ്കിലും ഒന്ന് നമുക്ക് പിച്ച് കഴിച്ച് നോക്കാം. ബാക്കി ഞാൻ കഴിച്ചതിന് ശേഷം പറയാവേ. ഒന്ന് കഴിക്കട്ടെ. സൂപ്പർ. നല്ല എരിവും പുളിവും എല്ലാം ഉണ്ട്. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങളിത് കണ്ടിട്ട് കൊതി വരുന്നെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുരുമുളകൊക്കെ മണ്ടയൊക്കെ ചുമയൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ തന്നെ കുറേ ഇന്ന് കഴിക്കുന്ന ഒരു കണ്ണ് കിട്ടിയിട്ടുണ്ട്, വലിയൊരു കണ്ണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ മോൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ കണ്ണിന് വേണ്ടി. അതുകൊണ്ട് ഞാൻ അത് മാറ്റി വയ്ക്കുകയാണ്. ഒരു ഗോലിയിൽ എത്ര വരും ഒരു കണ്ണ്, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തലക്കറി ഇഷ്ടമുള്ളവർ ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി വീഡിയോ ഒക്കെ നിർത്തിയിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.